നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IS തീവ്രവാദിയെ വിവാഹം കഴിച്ച് അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. പിന്നീട് ഭർത്താവ് കൊല്ലപ്പെട്ട് അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന 4 മലയാളി സ്ത്രീകൾ. ഈ 4 മലയാളി യുവതികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ ഈ കടുത്ത നിലപാട് ഞെട്ടിക്കുന്നതാണെന്ന് നിമിഷയുടെ അമ്മ ബിന്ദു പറയുന്നു. കേന്ദ്ര സർക്കാർ ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്. അമേരിക്കൻ സേന ഉടൻ തന്നെ അഫ്ഗാൻ വിട്ടുപോകും. അപ്പോൾ എൻ്റെ മകളുടെ ജീവൻ അപകടത്തിലാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് നിമിഷയുടെ അമ്മ ചോദിക്കുന്നു. ജയിലിൽ കഴിയുന്ന അവരുടെ ആ ചെറിയ കുട്ടികൾ എന്തു പാപം ചെയ്തു? അവരെ കൂടി കൊന്നുകളയണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബിന്ദു മുൻപോട്ട് വയ്ക്കുന്നത്. യുവതികളെ തിരികെ കൊണ്ടുവരില്ല എന്ന ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. ദേശീയ മാധ്യമങ്ങളിലടക്കം പല വാർത്താ ചാനലുകളിലും ഈ വാർത്ത കണ്ടു. ഈ വാർത്ത മനുഷ്യാവകാശ ലംഘനമാണ്. ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായാൽ ഞങ്ങൾ നിയമ നടപടികളുമായി മുൻപോട്ട് പോകും. മകൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് അതിന് നിയമപരമായ നടപടികൾ എടുക്കണം. മകൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് നിമിഷയുടെ അമ്മ ബിന്ദു പറയുന്നത്. അഫ്ഗാൻ സർക്കാർ പോലും അവരെ തിരികെ അയക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത്. ബിന്ദുവിന് ഇപ്പോഴും വിശ്വാസം കേരള സർക്കാരിനെയും ഇവിടുത്തെ ജനപ്രതിനിധികളെയും. അതുകൊണ്ട് തന്നെ ബിന്ദു പറയുന്നു, ഞാൻ ഇക്കാര്യം കേരള സർക്കാരുമായി ചർച്ച ചെയ്യും. അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഞാൻ നിയമ നടപടികളിലേക്ക് കടക്കും. സർക്കാരുകൾ കൃത്യമായ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഈ ഗതി വന്നത്. 1.5 വർഷമായി മകൾ ജയിലിലായിട്ട് പല BJP നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും ബന്ധപ്പെട്ടു, എങ്കിലും നടപടിയൊന്നുമില്ല. നിമിഷയുടെ അമ്മ എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഈ വിളിച്ചു പോകുന്നത്. നിങ്ങൾ ഒരമ്മയാണ് എന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവർ വിനോദയാത്രയ്ക്കൊന്നുമല്ല അങ്ങ് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പുറപ്പെട്ടത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ, അതും കൊടും ഭീകരർക്കൊപ്പം. അവിടെ ചെന്ന് അവർ ചെയ്തു കൂട്ടിയതൊന്നും സമാധാന നീക്കങ്ങളായിരുന്നില്ല. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അഫ്ഗാൻ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ഇവർക്ക് എന്ത് നീതിയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്നിട്ടിപ്പോൾ ഈ ബിന്ദു വിലപിക്കുന്നത് കേട്ടാൽ നമുക്ക് പരിഹാസം തോന്നും. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് മെയിൽ അയച്ചാൽ പോലും അവർ മറുപടി തരാറില്ല. എന്നാൽ അഫ്ഗാൻ സർക്കാരിന് എന്തെങ്കിലും മെയിലുകൾ അയച്ചാൽ അവർ കൃത്യമായി മറുപടി തരും. ഇന്ത്യൻ സർക്കാർ നിമിഷയെ വിചാരണ ചെയ്യുന്നതിന് താൻ അനുകൂലമാണ് എന്ന വിശാല മനസ്കതയാണ് ഇപ്പോൾ ബിന്ദു പ്രകടിപ്പിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ അങ്ങ് അഫ്ഗാനിൽ ജയിലിലെത്തി ഇവരെ നേരിട്ട് കണ്ടിരുന്നു. ഇവരുമായി 2-3 അഭിമുഖങ്ങൾ സംഘടിപ്പിച്ചു. ആ അഭിമുഖങ്ങളിലൊക്കെ ഈ 4 യുവതികളും തങ്ങളുടെ തീവ്രവാദ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിന്നുവെന്നാണ് അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ മടിക്കുന്നതും ഇപ്പോൾ ഒരു കാരണവശാലും ഈ രാജ്യത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന ശക്തമായ തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതും. ഇതൊരു കൃത്യമായ സന്ദേശമാണ്. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പുറപ്പെട്ടു പോകുന്ന ഇനിയുള്ള സ്ത്രീകൾക്കും യുവതികൾക്കുമുള്ള മുന്നറിയിപ്പ്. പെൺകുട്ടികളെ സൂക്ഷിക്കേണ്ടത് ഓരോ മാതാപിതാക്കളുമാണ്. അവരെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ വിളിച്ചുകൂവിയിട്ട് കാര്യമില്ല. അതും ഇത്തരം മതഭ്രാന്തന്മാരുടെ ഇടയിലേക്ക് തീവ്രവാദത്തിന് വേണ്ടി കടന്നു കളഞ്ഞിട്ട് പിന്നെ നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ഇന്ത്യൻ സർക്കാരിന്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. IS-ൽ ചേർന്ന തീവ്രവാദികളെ എന്തിന് ഈ രാജ്യം പിന്നീട് തിരിച്ചു സ്വീകരിക്കണം? അവർക്ക് മനംമാറ്റമുണ്ടായോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ മണ്ണിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും അതേ തീവ്ര നിലപാടുകൾ അവർ പിന്തുടരുന്നുവെങ്കിൽ അത് കൂടുതൽ അബദ്ധാണ് ഈ രാജ്യത്തിന്. 2016 മുതലാണ് നിമിഷയെ ഇന്ത്യയിലേക്ക് തിരികെ എത്താനുള്ള പോരാട്ടം താൻ തുടങ്ങിയതെന്ന് നിമിഷയുടെ അമ്മ ബിന്ദു പറയുന്നു. ഭർത്താവ് ഇസയ്ക്കൊപ്പം IS-ൽ ചേർന്നത് മകൾക്ക് പറ്റിയ ചെറിയൊരു പിഴവ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മകളോട് ക്ഷമിക്കണമെന്നും മകളെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് ഞാൻ മന്ത്രി രാജ്നാഥ് സിംഗിനെ നേരിട്ട് കണ്ടിരുന്നു. 2020 ഭർത്താവ് മരിച്ച ശേഷം നിമിഷ ജയിലിലായി എന്നറിഞ്ഞപ്പോഴും പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും നിവേദനവും നൽകിയിരുന്നു. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ മകളെ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരില്ല എന്ന ഒരു നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ കേരള സർക്കാരിനെ സമീപിക്കുമെന്നാണ് ബിന്ദു പറയുന്നത്. ഒടുവിൽ വീണ്ടും നിമിഷ ഫാത്തിമയും മെറിൻ ജോസഫും സോണിയ സെബാസ്റ്റ്യനും റഫീലയും ഒക്കെ വീണ്ടും വിവാദങ്ങളിലും വാർത്തകളിലേക്കും കടന്നു വരുന്നു.
ഇവരെ ഇന്ത്യ ഇനി സ്വീകരിക്കണമോ വേണ്ടയോ എന്നതാണ് ഏറ്റവും പുതിയ വിവാദം. അഫ്ഗാൻ ജയിലിൽ കഴിയുന്ന ഇവരെ എന്തിനാണ് ഇനി ഇന്ത്യ ഇങ്ങനെ സ്വീകരിക്കുന്നത്? ഇവർ വിദേശത്തേക്ക് പോയത് വിനോദയാത്രയ്ക്കോ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സേവനമനുഷ്ഠിക്കാനോ അല്ലല്ലോ. തീവ്രവാദ പ്രവർത്തനത്തിന് പോയവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇപ്പോൾ പരക്കെ സ്വാഗതം ചെയ്യുന്നതും. ഈ 4 യുവതികളെ ഇന്ത്യ തിരികെ കൊണ്ടുപോകണം എന്ന അഫ്ഗാൻ സർക്കാരിന്റെ ആവശ്യം ഇന്ത്യ പൂർണ്ണമായും നിരാകരിച്ചിരിക്കുന്നു. IS ഭീകരനായ ബെക്സിൻ വിൻസെന്റിന്റെ ഭാര്യയാണ് നിമിഷ. ബെക്സിൻ വിൻസെന്റിന്റെ സഹോദരൻ ബെസ്റ്റിൻ വിൻസെന്റിന്റെ ഭാര്യയാണ് മറിയം. മറിയത്തിന്റെ പഴയ പേര് മെർലിൻ ജേക്കബ് പാലത്ത്. ഭർത്താവ് ബെസ്റ്റിൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടപ്പോൾ ഉടുമ്പന്തല സ്വദേശിയായ IS തീവ്രവാദി അബ്ദുൾ റഷീദിനെ പിന്നീട് വിവാഹം കഴിച്ചു. പിന്നീട് റഷീദും കൊല്ലപ്പെട്ടു. റഷീദിന്റെ മുൻ ഭാര്യമാരിൽ ഒരാൾ മലയാളിയായ സോണിയ സെബാസ്റ്റ്യനാണ്. കൊല്ലപ്പെട്ട IS പ്രവർത്തകൻ ഇജാസ് പുരയിലിന്റെ ഭാര്യയാണ് റഹീല പുരയിൽ. ഇവരൊക്കെ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം സൗകര്യത്തിനു വേണ്ടി വെച്ചുമാറുന്നു. ചിലർ ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെടുമ്പോൾ മറ്റൊരു തീവ്രവാദി കൊല്ലപ്പെട്ട തീവ്രവാദിയുടെ ഭാര്യയെ ഏറ്റെടുക്കുന്നു. വിചിത്രമെന്ന് തോന്നാം. നല്ല കുടുംബത്തിൽ പിറന്ന് നല്ല കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ തോന്നാബുദ്ധി തോന്നി IS പ്രവർത്തനത്തിനായി തിരിച്ചത്. ഇനി നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെങ്കിലും ഇവർക്ക് കിട്ടുന്ന ശിക്ഷ കണ്ട് ഇത്തരം കോമാളിത്തരങ്ങൾ കാട്ടാതിരിക്കണ്ടേ? കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ദന്തൽ കോളേജ് അവസാന വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ 2013 സെപ്റ്റംബറിൽ നിമിഷ മതപരിവർത്തനം നടത്തി ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചു. ഇതൊക്കെ പോലീസ് രേഖകളിൽ വ്യക്തമാണ്. പെൺകുട്ടിയെ കാസർഗോഡ് പഠിച്ചുകൊണ്ടിരിക്കെ കാണാതായിരുന്നു. കാണാതായ സമയത്ത് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് ഒരു അന്വേഷണമൊക്കെ നടത്തി. കാസർഗോഡ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരം മതപരിവർത്തനത്തെക്കുറിച്ചുള്ള പൂർണ്ണ റിപ്പോർട്ടുകളുള്ളത്. ഒടുവിൽ കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് 2015 നവംബറിൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിന് കേരളം നടുക്കുന്ന ഒരു റിപ്പോർട്ട് കൈമാറി. ഈ പെൺകുട്ടിയുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞു. കാസർഗോഡ് പൊയിനാച്ചി സെഞ്ചുറി ദന്തൽ കോളേജിലെ ഒരു സഹപാഠിയുമായി നിമിഷ അടുപ്പത്തിലായി. പ്രേമം എന്നോ പ്രണയമെന്നോ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പക്ഷെ ലവ് ജിഹാദ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇയാൾ കേരള നദ്വത്തുൽ മുജാഹിദിനിലെ സജീവ അംഗമായിരുന്നു. ഇയാളുമായുള്ള അടുപ്പം നിമിഷയെ കടുത്ത മതവിശ്വാസിയാക്കി മാറ്റി. ഇയാളെ വിവാഹം കഴിക്കുക എന്ന ഒറ്റ സ്വപ്നമായിരുന്നു പിന്നീട് നിമിഷയുടെ മനസ്സിലുള്ളത്. അങ്ങനെ അവൾ ആ കുടുക്കിൽ അകപ്പെട്ടു. പിന്നീട് നിമിഷ ഫാത്തിമയും നദ്വത്തുൽ മുജാഹിദിന്റെ യോഗങ്ങളിലും ക്ലാസുകളിലുമൊക്കെ സ്ഥിരമായി പങ്കെടുത്തു. പഠിച്ചിരുന്ന കോളേജിലെ സീനിയർ വിദ്യാർത്ഥികളും നദ്വത്തുൽ മുജാഹിദിന്റെ സജീവ പ്രവർത്തകരുമായ ആയിഷ, മറിയ എന്നിവർ വഴിയാണ് ബെക്സൻ വിൻസെന്റ് എന്ന ഈസയെ നിമിഷ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ മുതിർന്ന സ്ത്രീകൾ തന്നെയാണ് ഇത്തരം കൂട്ടിക്കൊടുപ്പുകൾ നടത്തുന്നത്. നിമിഷയെ അതിവിദഗ്ധമായി ചതിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ ദന്തൽ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇവൾക്കറിയാം. ഇവൾ മതം മാറിയതിനു ശേഷം തീവ്രവാദം ഇവളിൽ കുത്തിവെക്കുകയായിരുന്നു. ബന്ധുക്കൾ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കി. ഭർത്താവിനൊപ്പം പോകാനാണ് തനിക്ക് താല്പര്യമെന്ന് നിമിഷ കോടതിയിൽ പറഞ്ഞു. വെറും 4 ദിവസത്തെ പരിചയം മാത്രമാണ് നിമിഷയെ വിവാഹം കഴിച്ച ആളുമായി ഇവൾക്കുള്ളതെന്ന് കോടതിയിൽ നിമിഷയുടെ വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ 2016 ജൂൺ 4 ശേഷം വീട്ടുകാർക്ക് ബന്ധപ്പെടാനാവാത്ത വിധം നിമിഷ അവരിൽ നിന്ന് അകന്നുപോയി. പിന്നീട് നിമിഷയെക്കുറിച്ച് വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒന്നും അറിയില്ലായിരുന്നു. നിമിഷയെ അതിവിദഗ്ധമായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി. ഇന്ത്യയിലേക്ക് തിരികെ വരാൻ തങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും പിന്നീട് വ്യക്തമാക്കി. തിരികെ എത്തിയാൽ തങ്ങൾ ശിക്ഷിക്കപ്പെടുമോ എന്ന വേവലാതി ഇരുവർക്കുമുണ്ടായിരുന്നു. ഒന്നുകിൽ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ തീവ്രവാദ കേസിൽ തങ്ങൾ വിചാരണ ചെയ്യപ്പെടും എന്നിവർക്കുറപ്പായിരുന്നു. തീവ്രവാദ ആക്രമണങ്ങളിൽ ഭർത്താവ് കൊല്ലപ്പെട്ടതോടെ ഏറെക്കുറെ ഒറ്റപ്പെട്ടുപോയി നിമിഷയുടെ ജീവിതം. സമാനമായിരുന്നു ബാക്കിയുള്ള 3 യുവതികളുടെ ജീവിതാവസ്ഥകളും. ഇവർക്ക് അഫ്ഗാനിസ്ഥാനിൽ പിന്നീട് രക്ഷയില്ലെന്നായി. ഒരു തരത്തിൽ പറഞ്ഞാൽ പല ഭർത്താക്കന്മാർ ഇവർക്കൊക്കെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ അവരൊക്കെ IS തീവ്രവാദികൾ തന്നെ. കുറെ കാലം അഫ്ഗാൻ ജയിലിൽ കഴിഞ്ഞപ്പോൾ ഈ നിമിഷയ്ക്കും മനമാറ്റമുണ്ടായി. പഴയ പ്രതീക്ഷ ISൽ ഇപ്പോഴില്ലെന്നും താൻ IS തീവ്രവാദ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്നും നിമിഷ പറഞ്ഞു. അമ്മയെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ഇന്ത്യയിലേക്ക് തിരികെ വരണം,
ഇന്ത്യയിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കണമെന്ന്. ഇനി ഒരിക്കലും ഇസ്ലാമിലേക്ക് തിരിച്ചു പോകില്ല എന്ന് നിമിഷ ഒടുവിൽ അമ്മയുടെ അടുത്ത് ശപഥം ചെയ്തു. ഇസ്ലാമായി ജീവിക്കുന്നതിന് മാത്രമാണ് തങ്ങൾ IS-ൽ ചേർന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് എന്ന വിചിത്രവാദമാണ് അമ്മയുടെ അടുത്ത് നിമിഷ ഉയർത്തിയത്. എന്നാൽ തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് IS ഉയർന്നില്ലെന്നും തങ്ങളുടെ ഭർത്താക്കന്മാർ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും നിമിഷയും കൂട്ടുകാരും ഒടുവിൽ ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ഇനി IS-ലേക്ക് ഒരു മടക്കയാത്രയില്ല എന്നാണ് വീട്ടുകാരെ ഇവർ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികളോട് തങ്ങൾക്കിപ്പോഴും തീവ്രവാദ സ്വഭാവം തന്നെയാണ് എന്നിവർ വെളിപ്പെടുത്തി. തീവ്രവാദ നിലപാടുകളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളോട് ഈ യുവതികൾ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവരെ മടക്കിക്കൊണ്ടുവരേണ്ടത്? അവർ തൽക്കാലം പടിക്ക് പുറത്തു നിൽക്കട്ടെ. ഇന്ത്യയുടെ പവിത്രത കളയാൻ ഈ മണ്ണിൽ അവർ കാലുകുത്തില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.